ഒത്തിരി സ്ത്രീകളൊക്കെ ഈ വഴിക്ക് കൊണ്ടുപോയിട്ടുണ്ട് അയാൾ. എനിക്കൊരു പെൺകുട്ടി ഓടിച്ചിട്ടുണ്ട് ഇവിടെ രാത്രി ഓടിച്ചിട്ടുണ്ട്. കാര്യം തന്നെ അതിന് മുമ്പ് അവിടെ കുഴിച്ചപ്പോൾ കിട്ടിയത് കുറച്ച് അസ്ഥി കഷ്ണങ്ങൾ അവിടെ പുരയിടത്തിന് തെക്ക് വശത്തും. ഞങ്ങളൊക്കെ എപ്പോഴും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുന്ന കക്ഷികളാണ്. ഇയാളുടെ ബാല്യമിലൊക്കെ നേച്ചർ അറിയാവുന്നതുകൊണ്ട് ചെറിയ ചെറിയ മോഷണങ്ങളൊക്കെ. അപ്പോൾ പൊതുവെ ഇങ്ങനെ പറയുക, ആരെങ്കിലും കാണാം അത് കുഞ്ഞച്ചനെടുത്തുണ്ടോ എന്ന് പറയും. അയാളുടെ കിച്ചണിൽ അടുപ്പ് മാറ്റി നോക്കിയപ്പോൾ അതിനകത്തൊരു പെൻഡേഡി സ്വാച്ച് കത്തിച്ചുണ്ടായിരുന്നു. പിന്നെ ഒരു വേസ്റ്റ് ബിറ്റ് ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ അതിനകത്തൊരു സ്കാർഫ് എന്ന് പറഞ്ഞാൽ അതായത് ഈ വലിപ്പം, ഈ രണ്ട് വലിപ്പമുള്ളൊരു സ്കാർഫ്. അയാൾ നല്ല മദ്യപാനി, നല്ലൊരു പെണ്ണുപിടിയൻ. അയാളുടെ ഭാര്യ ഇവനെന്തോ അങ്ങനെ അവിഹിതം ഉണ്ടെന്നുള്ള ഒരു പ്രശ്നമാണ്. അയാളുടെ ഓണർ പിന്നെ സൂയിസൈഡ് ചെയ്ത്. നമസ്കാരം. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് ഹരിദാസ് എന്ന് പറയുന്ന ആളുടെ വീട്ടിലാണ്. അതായത് സെബാസ്റ്റ്യൻ്റെ തൊട്ട് അയൽവക്കമാണ്. ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനങ്ങളിലൊക്കെ വ്യാപൃതനായിട്ടുള്ള വളരെ നല്ല ഒരു അയൽക്കാരൻ എന്ന് പറയേണ്ടി വരും. അങ്ങനെ ഒരു അയൽക്കാരൻ്റെ വീട്ടിലാണ്. കാരണം അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഒന്നും കടന്നു ചെല്ലാതെ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത് ഇരിക്കുന്ന ഒരാളാണ്. രാഷ്ട്രീയമായ ഒരു സംഘർഷമുണ്ടായി, നഷ്ടങ്ങളുണ്ടായിട്ട് പോലും അതിനൊന്നും ഒരു പ്രതികാര ബുദ്ധിയോടെ പെരുമാറാത്ത ഒരാളാണ്. അപ്പോൾ അദ്ദേഹമാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളിലും നമ്മൾക്ക് സെബാസ്റ്റ്യൻ ആരാണ് എന്ന് കൃത്യമായി അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹത്തോടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹമായിട്ട് നമുക്ക് അദ്ദേഹത്തോടുള്ള ഇത് പങ്കുവെക്കാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. നിങ്ങൾ തൊട്ട് അയൽവക്കമാണ് സെബാസ്റ്റ്യൻ്റെ വീട്. ഇത് സെബാസ്റ്റ്യൻ്റെ കുടുംബം അല്ലേ? സെബാസ്റ്റ്യൻ കുടുംബം അതല്ല, സെബാസ്റ്റ്യൻ്റെ വീട് സെബാസ്റ്റ്യൻ്റെ അച്ഛൻ്റെ ഫാമിലി അപ്പുറത്ത് കാണുന്ന കുടുംബ വീട്. അതാണ് ഞങ്ങൾ പിന്നെ ചെറുപ്പം അറിയുമല്ലോ, സ്വയം അയൽവാസികളാകുമ്പോൾ അമ്മ വന്നപ്പോൾ അത് അയാൾ സ്വയം സൃഷ്ടിച്ചാണോ ആരെങ്കിലും ഇട്ട് കൊടുത്താണെന്നറിയില്ല. അയാളുടെ ബാല്യത്തിലേക്ക് പിന്നെ പറയുമ്പോൾ അയാളെ വീട്ടിൽ കുഞ്ഞച്ചെന്നാണ് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ കുഞ്ഞച്ചനെന്ന് അറിയപ്പെട്ടത്. സെബാസ്റ്റ്യൻ എന്ന് ഔദ്യോഗിക പലർക്കും അറിയില്ല. ഞങ്ങളൊക്കെ പിന്നെ ഒരു സ്കൂൾ കാലം തൊട്ട് അറിയുന്നതുകൊണ്ടാണ് സെബാസ്റ്റ്യൻ എന്ന് അറിയപ്പെടുന്നത്. ഞങ്ങളൊക്കെ സെബാസ്റ്റ്യനെ വിളിക്കാറുള്ളൂ. അയാളുടെ വീട്ടിലുള്ളവരൊക്കെ അയാളെ കുഞ്ഞച്ചാന്ന് വിളിച്ചിട്ടുണ്ട്. അയാൾക്ക് ജോലിയൊന്നും ഇല്ലായിരുന്നു. ചാരിയുടെ പരിപാടി അങ്ങനെ ഡ്രൈവറിൻ്റെ പിന്നെ വണ്ടിയിൽ ഓടാൻ പോയിട്ടുണ്ട്. പിന്നെ അയാൾ പിന്നെ ഇത് ഡോർ ചെക്കറായി പോയിട്ടുണ്ട്. പിന്നീട് അയാൾ കുറേ കാലം കഴിഞ്ഞപ്പോൾ പിന്നെ പിന്നെ അവിടെ തണ്ണൂർക്കത്ത് കൃഷിയുടെ ലോറി അയാളുടെ ഡ്രൈവറായിട്ട് ഓടി. ആ ലോറി ഡ്രൈവർ പിന്നീട് സൂയിസൈഡ് ചെയ്തു. അയാളുടെ ഓണർ പിന്നെ സൂയിസൈഡ് ചെയ്ത്. പിന്നെ അയാളുടെ ഭാര്യ ഇവനെന്തോ അങ്ങനെ അവിഹിതം ഉണ്ടെന്നുള്ള ഒരു പ്രശ്നമാണ്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പുറത്താണ് സൂയിസൈഡ് എന്ന് അറിയാൻ കഴിഞ്ഞാൽ. പിന്നെ ആ പിന്നെ വണ്ടി ഇയാളുടെ സ്വന്തമായിരുന്നാണ്. പിന്നെ പാലക്കൽ എന്ന പേര് പറഞ്ഞുകൊണ്ട് ഈ വടക്ക് റോഡ് സൈഡിൽ അവിടെയൊക്കെ റോഡാണ് രണ്ടിൻ്റെ പുറത്ത് അവിടെ കൊണ്ട് ഇട്ടിട്ടുണ്ട്. പുള്ളി വിലയ്ക്ക് വാങ്ങിച്ചതാണോ എങ്ങനെയാണെന്ന് അറിയില്ല. അങ്ങനെ അയാളുടെ കയ്യിലായിരുന്നു. അതിനുശേഷം പിന്നെ അയാൾ ഒരു അംബാസഡർ കാറ് പിന്നെ കാണുന്നത് ഞങ്ങളൊക്കെ. ആൾക്കാർ അന്നൊക്കെ ഇയാളൊക്കെ സംശയമുണ്ടായി. ഇപ്പം ഞങ്ങളൊക്കെ എപ്പോഴും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുന്ന കക്ഷികളാണ്. ഇയാളുടെ ബാല്യമിലൊക്കെ നേച്ചർ അറിയാവുന്നതുകൊണ്ട്. ബാല്യത്തിനെന്ന് പറഞ്ഞൊരു പിന്നെ ആളൊരു പിന്നെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ അന്ന് അങ്ങനെ ഒരു നല്ലൊരു അത്ലറ്റായിരുന്നു. സ്കൂളിലല്ല പൊതുവായിട്ട് പിന്നെ ക്ലബ്ബുകളിലൊക്കെ നന്നായിട്ട് ഓടുന്ന ഒരാളായിരുന്നു. അക്കാര്യം നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. ഞങ്ങൾക്കൂടെ ഒരു ക്ലബ്ബ് ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയ ക്ലബ്ബായിരുന്നു. അപ്പോൾ അതിൽ അംഗമായിരുന്നു. നന്നായിട്ട് ഫുട്ബോൾ കളിക്കുമായിരുന്നു. അങ്ങനത്തെ വിഷയമായിരുന്നു. പിന്നീട് പിന്നെ 10-15 ദിവസം കഴിഞ്ഞപ്പോൾ ചില ഇത്തരം ചെറിയ മോഷണങ്ങളൊക്കെ. അപ്പോൾ പൊതുവെ ഇങ്ങനെ പറയുക, ആരെങ്കിലും കാണാം അത് കുഞ്ഞച്ചനെടുത്തുണ്ടോ എന്ന് പറയും. നമ്മൾ ഇന്നത്തെ കൂട്ട് പോലീസിൽ നിന്ന് അത്ര ഒരു പിന്നെ കേസ് അങ്ങനെ പോകുന്നൊരവസ്ഥയൊന്നും അല്ലായിരുന്നു ആ കാലത്തൊക്കെ. അങ്ങനെ അത് പോയായിരുന്നു. പിന്നെ അയാളുടെ പല സംഭവങ്ങൾ ഇങ്ങനെ പുറത്ത് വരാറുണ്ട്. ചെറിയൊരു മോഷണം നടത്തിയതിൻ്റെ പള്ളിയുടെ ഹോസ് എടുത്തുകൊണ്ട് പോകുന്നതൊക്കെ ഉൾപ്പെടെ മോട്ടർ എടുത്തുകൊണ്ട് പോവുക, നന മെഷീനൊക്കെ വിട്ടത് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കോഴിപിടുത്ത ഒത്തിരി തുടങ്ങിയതാണ്. പിന്നെ അയാൾ പിന്നെ ഇത് അംബാസഡറിന് ശേഷം അയാൾ പിന്നീട് പിന്നെ റിയൽ എസ്റ്റേറ്റ് രംഗത്തേക്ക് വരുന്നത് വെച്ചാൽ റിയൽ എസ്റ്റേറ്റ് അല്ല, ശരിക്കും അയാൾ പഴയ വാഹനങ്ങളൊക്കെ ഏറെപ്പെടായി കൊടുക്കുന്നതാണ്. ഇനി മോഷ്ടിച്ചിട്ട് വരുന്നതാണെന്ന് നമുക്കറിയാൻ പറ്റും. അങ്ങനെ കൊടുക്കുന്നവരെന്തിനായി പിന്നെ റിയൽ എസ്റ്റേറ്റിലേക്ക് കടന്നു. അയാൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. റിയൽ എസ്റ്റേറ്റ് കൊണ്ട് അത്ര ഒരു സമ്പന്നമൊന്നും ആയിട്ടില്ലായിരുന്നു. നമുക്ക് അടുത്തറിയാവുന്ന കക്ഷിയാണല്ലോ. അങ്ങനെ അതിന് ചില പാർട്ട്നേഴ്സൊക്കെ ഉണ്ടാകുമായിരുന്നു. പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ വസ്തു എടുത്ത് കൊടുക്കുന്നവർക്ക് വേണ്ടി ആവശ്യക്കാരന് ഇയാൾ എടുത്തു കൊടുക്കുക എന്നുള്ളൊരു ഇതിലാണ് പോയിക്കൊണ്ടിരുന്നത്. അയാൾ പിന്നെ നല്ലൊരു മദ്യപാനിയായിരുന്നു. നമ്മളൊക്കെ എപ്പോഴും കാണുമ്പോൾ ഇയാൾ മദ്യപിച്ചിരിക്കുന്ന മദ്യപാനിയായിട്ട് കാണാറുള്ളൂ. അപ്പം നമ്മളൊക്കെ ആ ഒരു കമ്പനി അല്ലാത്തതുകൊണ്ട് അങ്ങനെ പിന്നെ അയാൾ ചെറുപ്പമേലേക്ക് കാണുന്നത് പിന്നെ ഒരു ഏജായി കഴിഞ്ഞപ്പോൾ RS ആയിട്ട് കാലം സഹകരിച്ച് പ്രവർത്തിച്ച ഒരാളാണ്. ഇവിടെ ഒരു രാഷ്ട്രീയ സംഘടന കാലത്തൊക്കെ RS ഒരു പക്ഷത്തെ അയാളായിരുന്നു. CPM-ആയിട്ടും RS-ആയിട്ടുള്ള ക്ലാഷ് ഉണ്ടായിരുന്നു മുംബൈയിൽ. അപ്പോൾ RS-നോടൊപ്പം ചേർന്നിട്ടുള്ള ക്രിസ്ത്യൻസ് RS-ആയിട്ട് ബന്ധമായിരുന്നു. ആ കാലഘട്ടത്തിൽ കുത്തു കിട്ടിയിട്ടുണ്ട്. ഉരുക്കൊണ്ടുവരും. ഇയാളുടെ അഡ്വക്കേറ്റ് ആയിരിക്കുന്ന രാജൻ എന്ന വിഷയമായിരുന്നു. അയാൾ മാറിയെന്ന് പറയുന്നത് കേട്ട്. കഴിഞ്ഞ നുണപരിശോധനയ്ക്ക് ഉൾപ്പെടെ അയാൾക്ക് വേണ്ടി ഹാജരായത് രാജനായിരുന്നു. ഞാൻ CPM-ൻ്റെ പ്രവർത്തകരായിരുന്നു. സ്വാഭാവികമായിട്ടും ആ ക്ലാസ് സമയത്ത് കുറേ ഡിസ്റ്റൻസ് ഉണ്ടാകുമല്ലോ.
അപ്പോൾ എൻ്റെ വീടൊക്കെ അടിച്ച് ഇറക്കപ്പെട്ടിട്ടില്ല. പിന്നീട് അയാളൊക്കെ ഒരു കുമ്പസാരം വേണ്ട. പിന്നീട് കുമ്പസാരം എന്ന നിലയ്ക്കാണ് പിന്നെ രാഷ്ട്രീയ സംഘർഷം കണ്ടപ്പോൾ പിന്നെ എല്ലാ വ്യക്തിപരമായിട്ട് ആരും സൂക്ഷിക്കാറില്ല. അപ്പോൾ ഞാനങ്ങ് സൂക്ഷിക്കുന്ന ഒരാളല്ല. അപ്പോൾ അയാൾ ഒരിക്കലും കുമ്പസാരം എന്ന നിലയ്ക്ക് എനിക്ക് എന്ന് പറഞ്ഞു. ഒരു ദിവസം പിന്നെ വീട്ടിൽ കുറേ കോഴിയൊക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങളെ പിടിച്ചത് ഞങ്ങൾ അപ്പുറത്ത് വീട്ടിൽ കൊണ്ടുവച്ചതൊക്കെയാൾ നമ്മളന്ന് കാര്യമൊക്കെയില്ല. പൊളിറ്റിക്കൽ ക്ലാഷൊക്കെ അങ്ങനെ സംഭവിക്കുന്നത്. എന്നാലും ഇയാളോട്ട് എന്നെപ്പോലെ ഞാൻ അങ്ങനെയായിരുന്നു. ഞങ്ങൾക്കൊരു സമ്പത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ബിന്ദുവിൻ്റെ ആ ഒരു വിഷയത്തിന് ശേഷം സമ്പത്തൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതിനപ്പുറത്തുനിന്ന് അയാൾക്ക് അങ്ങനെ ഇയാളൊരു പിന്നെ ഫാമിലി ഒരു സമ്പന്ന ഫാമിലി അല്ലായിരുന്നു. ആ കാണുന്ന ഒരു 2.5 ഏക്കറോളമുള്ള വസ്തു. അത് താമസിക്കുന്ന ആ വീട് നിൽക്കുന്നൊരു കോമ്പൗണ്ട് 17 സെൻറ്റ് മേലൂരുന്നുണ്ട്. പിന്നെ അപ്പുറത്ത് വയലാണ്. ഞങ്ങൾ ആ വീടുമായിട്ട് വളരെ ഇൻറ്റിമസികൾ എൻ്റെ വീടുമായിട്ട് അത്ര അടുപ്പായിരുന്നു. 3 ആണും 3 പെണ്ണുമാണ്. ഈ 2 ആകെ അയാളുടെ അപ്പൻ്റെ സ്വത്താണ് 2.5 ഏക്കർ. അതായത് പിന്നെ അന്നത്തെ ഒരു പിന്നെ ഈ ക്രിസ്ത്യൻ പിന്തുടർച്ച നിലയ്ക്ക് പിന്നെ അയാളുടെ ഫാദറിൻ്റെ ചിറ്റപ്പൻ അപ്പുറത്ത് താമസിക്കുന്നത് കുടുംബ വീട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ 10 ഏക്കറുണ്ട് അവർക്ക്. അപ്പോൾ അന്ന് വീതം വെച്ച് ഏറ്റവും കുറവ് കിട്ടിയ മനുഷ്യരാളാണ് ഈ 2.5 ഏക്കർ. അവിടെ കുടുംബസ്വത്ത് വിധിച്ച് കിട്ടിയത് അല്ല, അയാളുടെ അപ്പൻ്റെ ഒരു തന്നെ കിടക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഡിസംബർ 24 ഡിസംബർ മുതൽ എല്ലാവർക്കും തുല്യാവകാശമല്ലോ സുപ്രീം കോടതി. പെൺമക്കൾക്ക് ഒരു അവകാശക്കുറവ് നിലയ്ക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് മാറി എല്ലാവർക്കും തുല്യാവകാശമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി അത് പാർട്ടീഷൻ നടത്തുമ്പോൾ എല്ലാവർക്കും തുല്യാവകാശം കിട്ടില്ലേ. അതിപ്പോൾ പിന്നെ മറ്റേ ഗ്രൗണ്ട് പെനട്രിങ് മെഷീൻ കൊണ്ടുവന്ന് പിന്നെ കുറേ ഇങ്ങനെ ഒന്നും കിട്ടിയില്ല എന്നുള്ള 10-15 സ്പോട്ട് ചെയ്തു. അവിടെയൊക്കെ പിന്നെ JCB വെച്ച് മാന്തിയിട്ടൊന്നും കിട്ടിയില്ല എന്നുള്ള. പിന്നെ അന്ന് പിന്നെ അതിപ്പോൾ പിന്നെ ഒരാഴ്ച ആയില്ല അതാ കിട്ടിയ. അപ്പോൾ ഞാൻ സാക്ഷിയാണ് അതിൻ്റെ ഞാൻ എൻ്റെ രാവിലെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അകത്ത് പിന്നെ അടുക്കളയിൽ പിന്നെ ഇടയ്ക്ക് കിച്ചണിൽ അടുപ്പ് മാറ്റി നോക്കിയപ്പോൾ അതിൻ്റെ ഒരു പിന്നെ ലേഡീസ് വാച്ച് കത്തിച്ചുണ്ടായിരുന്നു. ഒരു സേഫ്റ്റി പിന്നെ വലുത് അതിനൊന്ന് കിട്ടിയ. പിന്നെ എന്തൊരു പേഴ്സോ എന്തോ കത്തിച്ച ഒക്കെ ഉണ്ടായിരുന്നു. അത് അടുപ്പിന് ചാരത്തിനകത്ത് കിടന്നത് അതിൻ്റെ അകത്ത്. ഇങ്ങനെ ആവശ്യമായി തുറന്ന് അപ്പോൾ കൂടുതൽ പിന്നെ ആർഷസ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അങ്ങനെ നോക്കിയാൽ പോലീസ് ഓഫീസേഴ്സ് ക്രൈംബ്രാഞ്ചാണ് കോട്ടയം ബ്രാഞ്ച് ആലപ്പി ക്രൈം സംയുക്തമായിട്ടായിരുന്നു. മാന്തി നോക്കിയപ്പോൾ ഈ സാധനം കിട്ടിയത് വടക്കോർത്തുടെ പിന്നെ ഒരു വേസ്റ്റ് ബിറ്റ് ഉണ്ടായിരുന്നു. അത് എന്തിപ്പോൾ അതിനകത്ത് ഒരു സ്കാർഫ് എന്ന് പറഞ്ഞാൽ അതായത് ഈ വലിപ്പം ഈ 2 വലിപ്പമുള്ളൊരു സ്കാർഫ് സാറിന് പിന്നെ ലേഡീസിന് തലയുള്ള ചേർത്ത സ്കാർഫ് അങ്ങനെ എന്നറിയില്ല. പിന്നെ പാരാൻ ചപ്പൽ കുറേ പിന്നെ പഴകിയതാണ്. അത് കോമൺ ആയിട്ട് സാറിന് പാരാൻ ചപ്പൽ ലേഡീസ് ആൻഡ് ജെൻസ് ഉപയോഗിക്കുന്നതാണല്ലോ. അത് എന്നാണെന്ന് കിട്ടിയത് എൻ്റെ അടുത്ത്. പിന്നെ അതിന് മുമ്പ് അവിടെ കുഴിച്ചപ്പോൾ കിട്ടിയത് കുറച്ച് അസ്ഥി കഷ്ണങ്ങൾ അവിടെ പുരയിടത്തിന് തെക്ക് വശത്തും. DNA ടെസ്റ്റ് വന്നിട്ടില്ല. ഇത് ആരുടെയൊന്നും കൺഫേം ചെയ്യണമല്ല. ഇപ്പോൾ ബിന്ദുവിനെ കാണാതെ പോയിട്ടുണ്ട്, ഐഷയെ കാണാതെ പോയിട്ടുണ്ട്, ജൈനമ്മയെ കാണാതെ പോയിട്ടുണ്ട്. ഇപ്പോൾ പോലും ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു നിഗമനം ജൈനമ്മയുടെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ഇന്നലെ അയാളെ ചേർത്തല കൊണ്ടുവന്ന് എടുപ്പിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇയാൾ പിന്നെ ജൈനമ്മയെ കാണാതായ ആ ദിവസം അവിടെ ഒരു സഹകരണ ബാങ്കിൽ ഇയാൾ പിന്നെ മനോജ് എന്ന സഹപാഠി കൊണ്ട് പിന്നെ പണയം വെപ്പിച്ചിരുന്നു നേരത്തെ സഹകരണ ബാങ്കിൽ. ഇയാളുടെ ഒരു പിന്നെ ഓട്ടോ ഡ്രൈവർ അയാൾ കസ്റ്റഡി എടുത്തായിരുന്നു. മനോജ് എന്ന പേര് അയാളുടെ. അപ്പോൾ അത് പിന്നെ ക്രൈംബ്രാഞ്ച് പിന്നെ കണ്ടെത്തിയിട്ടുണ്ട്. സഹകരണ ബാങ്കിൽ പണയം വെച്ചിട്ടുണ്ട്. ഈ മനോജാണ് കൊണ്ട് വെച്ചത്. മനോജ് സംഭവിച്ചിട്ടുണ്ട്, ഇയാൾക്ക് വേണ്ടി വെച്ച സംഭവിച്ചിട്ടുണ്ട്. ആ ദിവസം തന്നെ അവിടെ ചേർത്തല എന്നൊരു പിന്നെ ഇത് പിന്നെ ഗൃഹോപകരണക്കടയിൽ നിന്നൊരു ഫ്രിഡ്ജ് 10,000 സംതിങ് കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ ഇന്ന് അയാളുടെ വീട്ടിൽ നിന്ന് തെളിവായിട്ട് ശേഖരിച്ചു. അപ്പോൾ നിങ്ങളെ തന്നെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പ്രത്യേകിച്ച് പരിചയമൊന്നും വേണ്ടായേക്ക്. വേണം നിങ്ങൾ തോളടിച്ചിട്ട് 2 തെറിയൊക്കെ പറഞ്ഞ് പെട്ടെന്ന് നിങ്ങളോട്ട് അറ്റാച്ച് ചെയ്യുക. ആരെയും പെട്ടെന്ന് വിളയ്ക്കാൻ കഴിയണമെന്നുള്ളതാണ്. ആരെയും പെട്ടെന്ന് എടുത്തു അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ കൊച്ചെന്ന് 2 തെറിയും പറയും. അങ്ങനെ ഇപ്പം എന്ന് നമ്മൾ പിന്നെ മുന്നോരുടെ ഇപ്പോൾ സഭാഷൻ നമ്മുടെ അയാൾ നമ്മളെക്കാൾ നമുക്ക് പരിചയമുണ്ട്, നമ്മളെക്കാൾ അയാളോട് അടുക്കാൻ നോക്കും എന്നുള്ളതായിട്ട്. അങ്ങനത്തെ ഒരു കഴിവുണ്ടായിരുന്നു അയാൾക്ക്. പെട്ടെന്ന് ആരെയും കൊണ്ടുവരും. ഇയാളുടെ പിന്നെ ഇടയ്ക്ക് ബിന്ദുവിൻ്റെ വിഷയം ഉണ്ടായപ്പോൾ തന്നെ അവർ പിന്നെ ഇങ്ങനെ ഒരു ഓൺലൈനിലൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വായിച്ചിട്ട് ഇവനിങ്ങനെ ഞാനിതുപോലെ വാദിക്കരിക്കുമ്പോൾ ഒരു സമസ്യ അപ്പോൾ ഇവൻ്റെ പ്രശ്നം പിന്നെ സെറ്റിൽ നിർത്തിയിരിക്കുന്ന സമയമാണ്. ഇവിടെ ഇങ്ങനെ വാർത്ത കേൾക്കുന്നില്ലടാ നേരാണെന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ എനിക്ക് ഹരിദാസ് ഞാനെങ്ങനെ ചോദിച്ചില്ല ആൾക്കാർക്ക് വെറുതെ പറയുന്നതാണെന്നോ നമ്മൾ അത് പിന്നെ ഞാൻ ചുഴിഞ്ഞു വയ്ക്കേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴോ അതിന് വലിയ വാർത്ത എല്ലാ പത്രത്തിലും വലിയ വാർത്തയായിട്ട് വരുന്നു. ഭാഷ മുങ്ങിക്കഴിഞ്ഞ് ഇപ്പോഴത്തെ ഭാര്യ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ട അവർ ആപ്പെടുക്കാൻ മാരീഡായിട്ട് കുട്ടിയായി കഴിഞ്ഞിട്ട് ഒരാഴ്ച ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ കേട്ട ഒരു ഇച്ചിരി പിന്നെ ഒരു 200 സ്ത്രീ എന്ന് പിന്നെ അവരുടെ വീട് പിന്നെ ഞാൻ ഇയാളുടെ പിന്നെ ഒത്തിരി കാലം കൂടി പെണ്ണടിക്കാൻ ഇയാൾ വരുന്നത് ഇയാളുടെ മാരേജ് വിളിക്കാൻ വരുന്നു, വീട്ടിൽ വരുന്നു. സോ നെയ്ബേഴ്സ് നിലയ്ക്ക് ഇവിടുന്ന് എല്ലാവരും പങ്കെടുത്ത് തിരുവല്ലപ്പള്ളി വെച്ചായിരുന്നു മാരേജ്. ഇല്ല പിന്നെ ആഘോഷപൂർവ്വം നടന്ന മാരേജായിരുന്നു. അതിനുശേഷം ഒരു ആഘോഷമായിട്ടൊക്കെ നടത്തിയത്. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് ഇയാളുടെ കുട്ടിയുടെ മാമോദിസയ്ക്ക് ക്ഷണിക്കാൻ തന്നെ. അത് അതിരമ്പുഴ വെച്ച് തന്നെയായിരുന്നു. അതിരമ്പുഴ പള്ളി വെച്ചായിരുന്നു മാമോദിസ. നേരെ ഓപ്പോസിറ്റായിരുന്നു വീട്. ആ പള്ളിയുടെ ഓപ്പോസിറ്റാണ്. ഒരു വലിയ കോമ്പൗണ്ടാണ്.
അപ്പോൾ ഇയാളെ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വലിയ ഇവിടുന്ന് എല്ലാ അയൽവാസികളെല്ലാം പോയിരുന്നു. അപ്പോൾ നമ്മൾ സ്വാഭാവികം ക്ഷണിച്ചതില്ല, ഞാൻ ആര് വിളിച്ചാലും പോകും. എവിടെ ഭാര്യ വീട് അവിടെ അതിരമ്പുഴ പള്ളിയാണ്. അവിടെ അവർക്ക് കുറച്ച് പിന്നെ സ്ഥലമൊക്കെ ഉള്ള ആവശ്യമുള്ളതാണ്. പിന്നെ ഭാര്യയുടെ പിന്നെ പ്രദേശത്തെല്ലാം വിദേശത്താണെന്നാകുന്നു. ഭാര്യയും അമ്മയും മാത്രമേ ഉള്ളൂ. എൻ്റെ കുട്ടി ഒരു 4-5 വർഷം കഴിഞ്ഞാൽ കുട്ടി ഉണ്ടാകുന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പിന്നെ പേരക്കുട്ടിയുടെ കാലൊരു പിന്നെ 1 വയസ്സിനോളം മൂത്ത കുട്ടി ഇവിടെ വരിക. അപ്പം ഞാൻ ആദ്യമായിട്ട് കുട്ടിയെ കാണുന്നതും പിന്നെ വൈഫിനെ കാണാൻ ശരിക്കും കാണാം കല്യാണത്തിൽ കാണുന്ന ശേഷം പിന്നെ കാണുന്നത് ഇവിടെ. അപ്പോൾ പിന്നെ എനിക്കൊരു 2 ആടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികം ഞാൻ അഴിച്ചിങ്ങും വിടും, ഇഷ്ടം പിന്നെ പുല്ലുണ്ടല്ലോ. അപ്പോൾ ഇവിടുന്ന് ആട് നിന്ന് അങ്ങോട്ടില്ല. അപ്പോൾ ഈ കുട്ടി ആടിൻ്റെ പുറകെ നടക്കും ഇങ്ങനെ. അന്ന് ഞാൻ കുട്ടിയെ പിന്നെ അവൻ കുട്ടിയെടുത്ത് ഇവിടെയൊക്കെ വന്ന് കാണുന്നതാണ്. പിന്നെ വൈഫിനെ അങ്ങനെ ഒരു ദിവസം പിന്നെ കണ്ടത്. വൈഫായിട്ട് അവൻ കിച്ചൻ്റെ പുറത്ത് പിന്നെ ഇതുണ്ടല്ലോ വർക്ക് ഏരിയയിൽ സ്റ്റെപ്പ് ഇവർ 3 പേരും കൂടി ഇങ്ങനെ ഞാൻ കാണും വൈഫിനെ. അങ്ങനെ ഞാൻ വൈഫിനെ കണ്ടുള്ളൂ. അവർ അവിടെയൊക്കെ പിന്നെ വൈഫിൻ്റെ കഴിഞ്ഞ ദിവസം ആ ബൈറ്റ് കണ്ടു. വൈഫോട് ഇവിടെ പിന്നെ വെള്ള കെയറിങ് ആയിരുന്നു, മോനോടൊക്കെ ഭയങ്കര കെയറിങ് ആയിരുന്നു വൈഫ് പറഞ്ഞത്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. അവർക്കറിയാവുന്നത് ബിന്ദുവിൻ്റെ പേര് മാത്രമേ പറഞ്ഞു കേട്ടുള്ളതാണ്. ഇവനിപ്പോഴും പിടി കൊടുക്കുന്നില്ലല്ലോ. ഇപ്പോഴും പിന്നെ ജയനമ്മയുടെ ഫോൺ എവിടെയെന്ന് ചോദിച്ചിട്ട് അവൻ പറയുന്നില്ലല്ലോ. ജയനമ്മയുടെ പിന്നെ ഫോൺ ചാർജ് ചെയ്ത് ഒരു കാൾ വന്ന് മാത്രമല്ല അറിയുന്നുള്ളൂ. ഇരട്ടുപേട്ട. പക്ഷേ ഫോൺ ഇപ്പോഴും പിന്നെ പോലീസിന് ഇട്ടിട്ടില്ലല്ലോ. ഫോൺ ഇപ്പോഴും കിട്ടുന്നില്ല. പക്ഷെ ഈ നമ്മളിതിനെ കണ്ടിട്ടുള്ള ക്രിമിനൽസിനെക്കാട്ടിലും നമ്മൾ അറിഞ്ഞിട്ടുള്ള ക്രിമിനൽസിനെക്കാട്ടിലും ഭയങ്കര ക്രിമിനല. കാരണം ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം പറയാതിരിക്കുക, ചിരിച്ചു കാണിക്കുക, അല്ലേ, തിരിച്ചും മറിച്ചും പറയുക. അത് അയാളുടെ പ്രത്യേക കഴിവാണ്. അതായത് പിന്നെ ഒരു പിന്നെ നുണയെ അത് സത്യമാണെന്ന് കൺവിൻസ് ചെയ്യുക പ്രത്യേക കഴിവാണ്. ഇതൊക്കെ അയാളുടെ നേച്ചറിയാവുന്ന ഞങ്ങളൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ട് അയാൾ പറയുന്നത് നമുക്കറിയാൻ പറ്റും. നമ്മൾ പിന്നെ എല്ലാ മനുഷ്യരും കണ്ട് നടക്കുന്ന ഓരോരുത്തരും നേച്ചർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അയാളുടെ വീട്ടിലൊക്കെ സ്വകാര്യ ജീവിതത്തിലൊക്കെ നടക്കുന്ന നമ്മളൊന്ന് പിന്നെ അയൽവാസികൾ ഞാൻ പിന്നെ പറഞ്ഞില്ല, ഒത്തിരി സ്ത്രീകളൊക്കെ ഈ വഴിക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അയാൾ ഈ വഴിക്ക് കൊണ്ട് രാത്രി പോലും പോയിട്ടുണ്ട് വഴിക്ക്. ഞാനൊരിക്കലും പെൺകുട്ടി ഓടിച്ചിട്ടുണ്ട് ഇവിടുന്ന് രാത്രി ഓടിച്ചിട്ടുണ്ട്. കാര്യം ഞാൻ വീട്ടിൽ നിന്ന് സൈക്കിൾ അപ്പുറത്ത് ഒരു 9 ആയപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ പിന്നെ അത് അപ്പുറത്തെ വരെ. അപ്പോൾ ഇതിപ്പോൾ ഈ വഴി അങ്ങോട്ട് പാസ് ചെയ്യും. ഞാൻ ഒരു പിന്നെ ലൈറ്റ് പിന്നെ കളറുടെ നൈറ്റൊക്കെ ഇട്ടൊരു പെൺകുട്ടി ഇച്ചിരി വെളുത്താണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് സൈക്കിൾ വെച്ചിട്ട് ആരാന്ന് ചോദിച്ചാൽ കുട്ടി എടുത്ത് ഓടി അധികം മണ്ണൊന്നുമില്ല കുട്ടി ഞാനും പുറകെ ഓടി. അപ്പോൾ എൻ്റെ നെയ്ബറുണ്ടാവും പറ്റപ്പുണ്ട്. അപ്പോൾ എൻ്റെ പുറകെ പുള്ളി എൻ്റെ ചിറ്റായി, പുള്ളിയുടെ മക്കളൊക്കെ എൻ്റെ ചിറ്റായിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ആരായിട്ടാന്ന് പറഞ്ഞ് പുള്ളി ഓടി വന്നത്. എൻ്റെ മോനും പുറകെ വന്നു. അപ്പോൾ ഈ പെൺകുട്ടി ഞാൻ പിന്നെ ആരാധന വിളിച്ച് ഓടി, ഞാനും പുറകെ ഓടി പെട്ടെന്ന് അവൻ്റെ വടക്കുറത്ത് അവളോടി എൻ്റെ പേരയ്ക്ക് അടുക്കള വാൽ തുറന്ന് അകത്തേക്കാണ്. അപ്പോൾ ഞാൻ അവൾക്ക് നല്ല പരിചയമുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ഒറ്റയ്ക്ക് അപ്പുറത്ത് ഇറങ്ങിയതായിരിക്കും. അപ്പോൾ ഈ പിന്നെ ഇപ്പോൾ അപ്പുറത്ത് കുഞ്ഞുചേട്ടൻ്റെ ആരായിട്ടാന്ന് ചോദിച്ചാൽ അത് ആരായിട്ട് നമ്മൾ വിട്ടേരി സവാസിൻ്റെ ആവശ്യമുള്ള നമ്മൾ ഇടപെടാതെ ഞങ്ങൾ തിരിച്ചു വരികയും ചെയ്തു. പിന്നെ ഇപ്പോൾ അതിലൊക്കെ ഇങ്ങനെ കൊണ്ടുപോകും. നമ്മൾ ശ്രദ്ധിക്കാറില്ലെന്നുള്ള കാര്യം. അവൻ്റെ വീട്ടിലേക്ക് പിന്നെ ഇപ്പോൾ ഓട്ടോക്കാരൊക്കെ കൊണ്ടുപോകാറുണ്ടായിരുന്നു കോളേജിലെ. പക്ഷേ അവരും സ്വാഭാവികമായിട്ടും പിന്നെ ഒരു ഓട്ടം വിളിക്കുമ്പോൾ വന്നിട്ട് അവരെ കൊണ്ടാക്കണ അല്ലെങ്കിൽ കൊണ്ടുപോകുന്നത്. അതിലൊരു ഓട്ടോക്കാരൻ മാത്രം ഈ കുട്ടിയെ കൊണ്ട് പിന്നെ ഒരു ചെറിയ സ്ത്രീയെ കൊണ്ട് അങ്ങോട്ട് പോയിട്ട് ഞാൻ വൈകിട്ട് പിന്നെ ഒട്ടരിക്കത്തിരിക്കുമ്പോൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇന്ന് ഇപ്പറയ്ക്കടുത്ത് പശുത്തൊഴുത്തായിരുന്നു, 4-5 പശു ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ശരിക്കും വഴിയാണ് അങ്ങോട്ട് തിരിയാണല്ലോ. അപ്പോൾ ഈ ഓട്ടോക്കാരൻ പുറകെ ഒരു ബാഗ് പിടിച്ച് ഈ ഒരു സ്ത്രീ മുമ്പേ പോകുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ഒരു 6 മണിയായപ്പോൾ ആ സ്ത്രീയെയും കൊണ്ട് ഇവൻ പിന്നെ വടക്കോട്ട് പോകുന്നുണ്ട്. അല്ല മറ്റേ അല്ല സെബാസ്റ്റ്യൻ അല്ല, ഈ ഓട്ടോക്കാരൻ. ഈ സ്ത്രീയാണ് ബാഗ് പുറകെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സ്ത്രീയെ കാണില്ല. ശരിക്കും എനിക്ക് അവിടെ നിന്ന് കാണാനൊക്കെ ഇല്ല. നമ്മൾ ഇങ്ങനെ ഒത്തിരി പേര് പോകുന്ന വഴിയാണ്, ശ്രദ്ധിക്കാറില്ല എന്നുള്ള. പക്ഷെ ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ നമ്മൾ പല പോകുന്ന കാര്യം. അവൻ്റെ വീട്ടിൽ വെച്ച് പോയത് പലരും വരാറ് പോകും, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അത് വേറെയൊക്കെ പകലൊക്കെ വരാറുണ്ടായിരുന്നു. സ്ത്രീകളൊക്കെ വരുന്ന സ്ഥലമായിരുന്നു അവിടെ. അത് നല്ലൊരു മദ്യപാനി, നല്ലൊരു പെണ്ണുപിടിയൻ. നമ്മളിതൊക്കെ വഴി ദിവസം പറ്റായിരുന്നോ കാണുന്നതല്ല. വേറെയൊക്കെ ആൾക്കാർ പുരുഷന്മാരൊക്കെ അവിടെ വരാറുണ്ട്. പിന്നെ അവൻ്റെ പിന്നെ വരാന്തി എന്ന് പറഞ്ഞ ഒരു മദ്യപസംഘത്തിൻ്റെ കേന്ദ്രമായിരുന്നു മിക്ക ദിവസങ്ങളിലും. അതിന് പ്രത്യേകിച്ച് ഞായറാഴ്ചകളിലൊക്കെ ഞാൻ ഇങ്ങനെയെല്ലാം അങ്ങോട്ട് പോകുന്നു. അപ്പോൾ അവിടെ ചെറുപ്പക്കാരെ കൂടിയത് മദ്യപിക്കുന്നു, വരാന്തി തന്നെ ഇരുന്ന് മദ്യപിക്കുന്ന കാണാം. പിന്നെ ടച്ചിങ്സൊക്കെ വെച്ച് കഴിക്കുന്ന കാണാറ്. പക്ഷേ ഇദ്ദേഹത്തിന്റെ പൈസ ഉള്ളതുകൊണ്ട് ധാരാളം പൈസ കുപ്പികൾ വാങ്ങിച്ചു കൊടുക്കും. അടുത്തെറിയും പറയുകയാണ്. അതാണ് ഇയാൾ. അതായത് ഞാൻ പറയാം, ഒരു 2013 ശേഷമൊക്കെ അതുവരെയൊക്കെ പിന്നെ ഈ സെബാസ്റ്റ്യൻ ഒരു സാമ്പത്തികമായിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത കക്ഷിയാണ്. ഞാൻ പറഞ്ഞത് അയാളുടെ ഫാമിലി ഒരു വെൽത്തി ഫാമിലി അല്ലായിരുന്നു. ഞാൻ പറഞ്ഞാൽ ഈ 2.25 ഏക്കറിലെ കൃഷി ജീവിച്ച മനുഷ്യനാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും അടുത്തറിയാവുന്നതാണ്. ഇപ്പം എൻ്റെ പിന്നെ വീട്ടിൽ പിന്നെ അന്ന് ഈ ആലപ്പുഴയിലെ ഏറ്റവും നല്ലൊരു ഓല ബിസിനസ് നടത്തുന്ന ഞങ്ങളായിരുന്നു. കാരണം സിനിമാ തിയേറ്റർ സ്കൂളൊക്കെ കിട്ടുന്ന ഓലയാണല്ലോ. പെരയെ കൂടുതലും പിന്നെ ഓല ഉപയോഗിച്ചാണ് കിട്ടിക്കൊടുക്കുന്നത്.
മെടഞ്ഞ് വെക്കുന്നതായിരുന്നു. എറണാകുളത്തേക്ക് കയറ്റി വയ്ക്കുമായിരുന്നു. ആലപ്പുഴയിൽ നിന്ന് വന്നെടുക്കുന്നത് തണ്ണീർമുക്കുന്നൊക്കെ പിന്നെ വേറെ വന്ന് എടുത്തുകൊണ്ട് പോകുമായിരുന്നു. അപ്പോൾ ഈ പിന്നെ ഇവിടെയൊക്കെ നാട്ടിൻപുറത്ത് അന്നൊക്കെ 10 പൈസ ഒരുപാട് ഓലയ്ക്കുള്ളൂ, ഒരു പിന്നെ വെട്ടോലയ്ക്കുള്ളൂ വിലയ്ക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഇവരുടെയൊക്കെ ഇവിടുന്ന് പ്രദേശത്തുള്ള ആരുമായിട്ട് ഞങ്ങൾ എടുക്കണേ. നിങ്ങൾ വാഹനമൊന്നും ഇവിടെ വരാറില്ല. അപ്പോൾ ഇവിടുന്ന് ചുമന്ന് വീട്ടിൽ കൊണ്ടുപോകുന്നത്, പിന്നെ ദൂരെ നിന്ന് എടുക്കുക വള്ളത്തിലാണ് വീട്ടിൽ കൊണ്ടുപോകുന്നത്. ഇവരുടെ വീടായിട്ടൊക്കെ അത്ര ഇവരുടെ പിന്നെ ഓലയൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല ഇയാളുടെ വീട്ടിൽ പിന്നെ ഇവിടെ ചേട്ടനൊരു പ്രശ്നക്കാരനായിരുന്നു. അപ്പോൾ വീട്ടിൽ പ്രശ്നം കണ്ടപ്പോൾ ഓടി അച്ഛനടിക്കലേ വരുള്ളൂ ഇവൻ്റെ ഫാദർ. അപ്പോൾ അച്ഛൻ പിന്നെ നല്ല ആരോഗ്യമുള്ള മനുഷ്യനായിരുന്നു. അയാൾ ഈ പിന്നെ ഇയാളുടെ സെബാസ്റ്റ്യൻ ചേട്ടനും നല്ല ആരോഗ്യമുള്ള മനുഷ്യനായിരുന്നു. ആരെയും നല്ല അടിക്കുന്നു പറയാൾ. അത് ചങ്ങലൊക്കെ കിട്ടുള്ള കക്ഷിയാണ്. ചങ്ങലൊക്കെ തടിയിലിട്ടു. ശരിക്കും പ്രാന്തല്ലായിരുന്നു അയാൾ. പിന്നെ അപ്പൻ്റിക്കുന്ന പരമാവധി കാശിന് വേണ്ടി അയാൾക്ക് വേറെ ചില പ്രശ്നം അനിയനിപ്പോൾ കാണിക്കുന്ന അതേപോലെ അന്ന് അയാൾക്കും ഉണ്ടാക്കാര്യങ്ങൾ അങ്ങനെ കേട്ടതാണ്. അപ്പോൾ ഈ വിഷയം വരുമ്പോൾ തടിയിലിട്ടു, ചങ്ങലൊക്കെ ഇട്ടു. ചങ്ങലൊക്കെ ഇട്ട ആൾക്കാർ അഴിച്ചെല്ലാം വേണം അടിക്കാനായിട്ടൊക്കെ. അന്ന് പെരയുടെ അടിത്തറ ഇട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ നിൽക്കുന്ന പെരയുടെ അടിത്തറ മാത്രമേ ഉള്ളൂ. ആ സമയത്താണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പം വീട്ടിൽ വരും. രാഘവന്ന് വീട്ടിലേക്ക് വന്നാൽ ജോസ് വർഷ അപ്പം അച്ഛൻ വരും. അപ്പോൾ ഇയാൾ അടിക്കാനെടുക്കുമ്പോൾ ഇപ്പം അച്ഛനോട് പിന്നെ പേടിയും ഒരു ബഹുമാനമൊക്കെ മനുഷ്യനുണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ രാഘവൻ വന്നാലും ഞാൻ അടിക്കുമെന്ന് പറയും. അത് നീ അടിക്കണമെന്ന് അച്ഛൻ ചെല്ലും. അപ്പോൾ അച്ഛൻ പെട്ടിയെ മേടിച്ച് വാങ്ങിച്ചിടും. അപ്പോൾ അച്ഛനവനെ അയച്ചിട്ട് പോരുന്നത്. അങ്ങനെ കുറേ കാലം തടിയിലൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ. കല്യാണം കഴിച്ചില്ല. അത് പുള്ളി അവസാനം ആരും ഇല്ലാന്നൊരു കണ്ടീഷൻ എത്താന്നല്ലോ. ഇവിടെ നിന്നൊക്കെ ഒരിക്കലൊരു പിന്നെ പെട്ടെന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ആ ദിവസം ഞാൻ പിന്നെ വഴി ഇങ്ങോട്ട് വരുമ്പോൾ രാവിലെ വീട്ടിലൊരു ഷോൾഡർ ബാഗ് ഇട്ട് അങ്ങോട്ട് പോയി. ഞാൻ ജോസേട്ടോടെ പോകുന്നു, ഞാൻ ഇവിടെ വരെയും പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പത്തെ ദിവസം അവിടെ ഒരു പ്രശ്നം ഉണ്ടായി വീട്ടിൽ. അതായത് ഇവിടെ നേരെ വടക്കോത്തൊരു ശാന്തി എന്ന സ്ത്രീയായിരുന്നു അവസരം. അവർ ഒരു പിന്നെ പ്രോസായിരുന്നു അറിയപ്പെടുന്നത്. അപ്പോൾ പിന്നെ പുള്ളി അവിടെ കൂടാറുണ്ടായിരുന്നു. ജോസ് ഭ്രാന്തൊന്നും അല്ലായിരുന്നു, ഭ്രാന്ത് അഭിനയിച്ച അത് അവർ ചേട്ടൻ എനിക്ക് സെബാസ്റ്റ്യനൊക്കെ അവിടുത്തെ കുറ്റിപ്പിടികളായിരുന്നു. അപ്പോൾ പിന്നെ അവളുടെ കുട്ടിക്ക് പിന്നെ ജോസിന് കുട്ടിയുണ്ട് അവൾക്ക്. അവിടെ അച്ഛൻ്റെ പേര് ആദ്യരേഖകളെല്ലാം ജോസ് തന്നെ പേര് കിടക്കി ഇട്ട് കൊടുത്തിരിക്കുന്നത് അച്ഛൻ്റെ പിതാവിൻ്റെ പേര്. അപ്പോൾ പിന്നെ പുള്ളി അങ്ങനെയൊന്നും പോകില്ലായിരുന്നു. അപ്പോൾ ഈ പിന്നെ ഇവളെപ്പോഴും അവിടെ ചെല്ലും. അപ്പോൾ പുളിയൊക്കെയുള്ള സമയമാണ്. ഇപ്പോൾ അമ്മച്ചിയുള്ള സമയമാണ്. അപ്പോൾ അമ്മ പുളി ഉണക്കിടങ്ങനെ പിന്നെ ശാന്തേന്ന് വാരി കുറച്ച്. അപ്പോൾ അമ്മച്ചി വന്നേന്ന് ചോദിച്ചു, പിന്നെ ഇതെന്നാടി നിനക്കെന്നെ ആവാശം ഇവിടെ നിന്ന് എടുത്തിട്ട് വന്നു. അപ്പോൾ ഇവിടെ എടുത്ത് വായിക്കാൻ പറഞ്ഞു. അത് നിങ്ങളുടെ മക്കളോട് ചോദിച്ചാൽ പറഞ്ഞിരുന്നു എൻ്റെ ആവാശം എന്താണെന്ന് പറഞ്ഞു. അങ്ങനെ മക്കളോട് ചോദിച്ചാൽ പറഞ്ഞിരുന്നു. അപ്പം ഭയങ്കര ഒച്ചയായി. അപ്പോൾ ഞാൻ പിന്നെ ഇതിപ്പോൾ ഒരു വേനൽ സമയത്താണ് ഞാനിവിടെ ഇങ്ങനെ ഇവിടെ മരം ഉണ്ടായിട്ട് അടുത്തൊരു പായക്കിട്ട് കിടക്കുക ചൂടുകാറ്. അപ്പോൾ ഇവിടെ ഭയങ്കര ഒച്ചയായിട്ട് ഞാൻ എഴുന്നേറ്റില്ലെന്ന്. ഞാൻ എഴുന്നില്ലുമ്പോൾ പിന്നെ ഈ ജോസ് എന്ന് പറഞ്ഞ കക്ഷി ശാന്തയുടെ തലൻ്റെ മുമ്പനും വടിയെടുത്തിട്ട് പുറകോട്ട് ശാന്ത ഇപ്പുറത്തായിട്ട് വടക്ക് കുളമുണ്ട് അവിടെ അടിച്ച് വീണു. ഇങ്ങേരും വന്ന് പുറത്ത് വീണ്. ഞാൻ ഓടിച്ചെന്ന് പെട്ടെന്ന് ഓടിച്ചെന്നപ്പോൾ ശാന്ത ഇങ്ങനെ മാറ്റി ഒരു വടിയെടുത്തിട്ട് തിരിച്ച് അടിക്കാൻ ഓടിച്ച്. ഈ മനുഷ്യൻ ഇന്ന് സ്വന്തം വീട്ടിൽ ചെറിയ വാല് നെല്ലി തുറന്ന് അടുത്ത് കുറ്റിയിട്ടാണ്. അപ്പോൾ ശാന്ത ദേശത്തിന് അവിടെ അടിച്ചിട്ട് അപ്പോൾ ഞാൻ ഇന്ന് വഴക്കിട്ടോളാം എന്താ ചെറിയ കാണിക്കുമെന്ന് ചോദിച്ചു. എന്താ കാണിക്കാന്ന് വെച്ചാൽ വഴക്കിട്ടപ്പോൾ അപ്പോൾ ശാന്തയ്ക്ക് പിന്നെ എന്നോടൊരു പേടിയുള്ളതുകൊണ്ട് ഞാൻ വീട്ടിൽ പോകുന്നു. എന്താ കാണിക്കുന്നത് ചോദിച്ചു. ശാന്ത പെട്ടെന്ന് തിരിച്ചു പോവുകയും ചെയ്തു. അത് പുള്ളിക്കൊരു നാണക്കേട് പോലെ നിൽക്കുമ്പോഴാണ് ഇതെല്ലാം കണ്ട് അപ്പുറത്ത് ചൈരിയിരിക്കുന്നവരുണ്ടായിരുന്നു. ശാന്ത അങ്ങോട്ട് ചെന്നപ്പോൾ എന്താ ശാന്ത നിങ്ങൾ കാണിച്ച ഒരു പുരുഷനല്ലേ എന്നൊക്കെ ചോദിച്ചാൽ അവർ ശാന്ത അപ്പം ഇങ്ങനത് കേട്ടാലേ ഇങ്ങനൊരു സ്വഭാവമുണ്ട്. ആരെങ്കിലും ആളെ സപ്പോർട്ട് ചെയ്തിട്ട് അന്ന് തന്നെ ആ വീട്ടിലെത്തും. ജോസിന് വീട്ടിൽ അവരുടെ വീട്ടിൽ ചെല്ലും. അവിടെ ഒരു പെണ്ണമ്മെന്നൊരു സ്ത്രീയായി പിന്നെ ജോസിനെ അനുകൂലിച്ച് വർത്തനമാണ്. അപ്പോൾ അന്ന് വൈകുന്നേരം ഈ പെണ്ണമ്മയുടെ വീട്ടിൽ സന്ധ്യയായപ്പോൾ ജോസ് ചെയ്യുന്നു. അത് കരിമട എന്ന സ്ഥലമാണ്. അവിടെ നിന്ന് പിന്നെ വർത്തമാനം പറഞ്ഞുകൊണ്ട് അവരുടെ ഹസ്ബൻഡ് ഡ്രൈവറായിരുന്നു. പുള്ളി രണ്ടാമത്തെ വിട്ടിട്ടാണ് അവൻ്റെ സമയത്ത് വന്ന് വരുമ്പോൾ ജോസ് കട്ടിലിരിക്കുന്നു. പുള്ളിക്ക് സംശയമായി ജോസിനെ തല്ലി ഭാര്യയെ തല്ലി. അത് പുള്ളി വലിയ ക്ഷേമം. അത് പിന്നെ അന്ന് പിറ്റേ ദിവസം ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അറിയാം. പെണ്ണമ്മ ഇങ്ങനെ കണ്ടപ്പോഴാണ് പറഞ്ഞു ഇങ്ങനെ ജോസ് വീട്ടിൽ വന്ന് ശശിയേട്ടൻ വരുമ്പോൾ ഉണ്ട് അങ്ങനെ അവർ പറഞ്ഞാൽ അറിയാം. അന്ന് പോയതാ, എവിടെ പോയെന്ന് പിന്നെ അറിയില്ല. സിസ്റ്റേഴ്സിന് അടിക്കലെങ്കിലും പോയില്ല. എവിടെയൊക്കെ പോയി കറങ്ങി അവസാനം സിസ്റ്റർ അടിക്കലോ വന്നു. അങ്ങനെയൊക്കെ ഇറങ്ങി കുറേ നടന്ന് പിന്നെ ക്ലബിന് ചേർത്തുള്ളൊരു വീടുണ്ട്. ഇന്ന് പിന്നെ ന്യൂസിൽ കാണിക്കുന്നുണ്ട് ആ കോമ്പൗണ്ട്. അത് ചേർത്തലേ അനിയൻ്റെ വീടുണ്ട് അവിടെ. വീട് പൊളിച്ചുകളെ ഇപ്പോൾ കോമ്പൗണ്ട് മാത്രമേ ഉള്ളൂ തോന്നുന്നു. അപ്പോൾ പിന്നെ അവിടെ വന്ന് കുറേ കാലം താമസിച്ചു. പിന്നെ ഇടയ്ക്ക് പിന്നെ അമ്മച്ചുള്ള കാലത്ത് ഇപ്പം ഇന്നത്തെ റിപ്പോർട്ട് അയാൾ സൂക്ഷിപ്പുകാരനെന്നാണ് പറയണം. അത് വിൽക്കാനായിട്ട് പിന്നെ സെബാസ്റ്റ്യൻ ശ്രമിച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞത്. പക്ഷെ അനിയനുമായിട്ട് നല്ല ടൈംസ് അല്ല. അപ്പം അതൊരു പിന്നെ വസ്തുതാപരമായ റിപ്പോർട്ടല്ല. ഇല്ല അയാൾ ഇപ്പം മരിക്കുമ്പോൾ തീരെ അവശനായി ഇവിടെ കൊണ്ടുവന്ന് മരിക്കുക. പിന്നെ സ്കെൽറ്റനായി കക്ഷി. ഒരു പരീക്ഷയൊന്നുമില്ല. അമ്മാവനാണ് ജോസിനാണ് ശാന്തനാണ്. അവനും പിന്നെ മെച്ചറായി 19 വയസ്സെടുത്തായി.
അവരിവിടുന്ന് പോയി പിന്നെ വീടിന് സ്ഥലം കൂടെ എവിടെയും ഇപ്പോൾ അറിയില്ല അവർ. പത്തനംതിട്ടയിൽ എവിടെയാണെന്ന് പറയുന്നത് കിട്ടും, നമുക്കറിയില്ല. അവരിവിടെ പോയി, അവർ ഇതുവരെയ്ക്ക് ഇവിടുന്ന് പോയി. പുള്ളി മരിച്ചു. പിന്നെ അമ്മച്ചി മരിച്ചു. അമ്മച്ചി മരിച്ചു കഴിഞ്ഞാൽ ജോസ് മരിക്കുന്ന അമ്മച്ചി ഇതുപോലെ സുഖമില്ല. അന്നൊക്കെ ഇയാൾ അമ്മച്ചി നോക്കാൻ ഇയാളായിരുന്നു. ഉച്ചയാകുമ്പോൾ പിന്നെ പുള്ളി ഇവിടെ വരും, കറിക്ക് വരും, മീൻകറിക്ക് വരും, അമ്മച്ചി ചോറ് കൊടുക്കാനായിട്ട്. അപ്പോൾ പിന്നെ അമ്മച്ചിയൊക്കെ ചോറ് വയ്ക്കും. അപ്പോൾ ഓടി വെച്ചും വൈഫ് ഐതാമ്മ ഇച്ചിരി കറി വേണമെന്ന് പറയും. അപ്പോൾ കറിയുടെ അമ്മച്ചി പറയുമ്പോൾ ഐതാമ്മടിക്ക് പോയി കറി മേടിച്ചാൽ മതി, നമ്മുടെ മീൻകറിയാണ് നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു കറി കൊടുത്തേക്കണം കേട്ടോ. കറി രണ്ട് ആത്മാക്കൾ ജീവിച്ചു പോകുന്നതാണ്. അങ്ങനെ ചെയ്ത് അമ്മച്ചി നല്ലൊരു അയൽവാസിയാണ്. കാരണം അവരുടെ പ്രശ്നങ്ങളിലൊന്നും അങ്ങനെ ഇല്ല, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കും. നമ്മളങ്ങനെയല്ല, മനുഷ്യ അങ്ങനെയാണ്. രാഷ്ട്രീയമായ വൈരാഗ്യങ്ങൾ അതൊന്നുമില്ല. ഞാൻ അങ്ങനെ ഒരു മനുഷ്യൻ ഇല്ല. ഇപ്പം എനിക്ക് ഒത്തിരി സുഹൃത്തുക്കളൊക്കെ അല്ല, എല്ലാ വ്യത്യസ്തമായ സുഹൃത്തുക്കളുണ്ട്. പക്ഷെ രാഷ്ട്രീയമായ വരുമ്പോൾ നമ്മളെ രാഷ്ട്രീയം പറയുന്നില്ല, അല്ലാണ്ട് വേറെ നമുക്ക് അങ്ങനെ ഒന്നുമില്ല. ആരോടും ഇതിനകത്ത് ജൈനമ്മയുണ്ട്, ബിന്ദു പത്മനാഭനുണ്ട്, ഐഷയുണ്ട്. ഇവരെ മൂന്നുപേരെയും കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞ പിന്നെ നമുക്കറിയില്ല കാര്യം. പക്ഷേ ഈ പിന്നെ ഇല്ല, ഐഷയും പിന്നെ ഈ ജൈനമ്മയൊന്നും ഇങ്ങനെയൊന്നും വന്ന് കേട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബിന്ദുവിനെ മിസ്സായ ഒരു പീരീഡ് ഇയാൾക്ക് പിന്നെ അവിടെ റോഡില്ല. പക്ഷെ ഇവരെ കാണാത്തൊരു പീരീഡ് വെച്ച് അവിടെ റോഡായിട്ടുണ്ട്. 2010 അവിടെ റോഡ് വരുന്നത് ഇയാളുടെ വീട്ടിലേക്ക്. കിഴക്കുറത്ത് താമസിക്കുന്ന ഇയാളുടെ പിന്നെ തെക്കേറ്റത് ഇയാൾ വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് റോഡിട്ട്. ചേർത്തലക്കാരൻ്റെ സ്ഥലമായിരുന്നു അവിടെ. പിന്നെ പ്രധാന റോഡിട്ടത്. അത് കഴിഞ്ഞിട്ടൊക്കെ ഈ വഴിക്ക് അല്ല, 2010 റോഡ് അയാളെ സ്ഥലം. അതെ, അങ്ങനെ വരത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ അടുത്തടുത്ത വീട് ശ്രദ്ധിക്കുമല്ലോ ആൾക്കാർ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെ പോയിട്ടുള്ള. അറിയില്ല, ശ്രദ്ധിക്കുന്നില്ല. കാര്യം ഈ രാത്രിക്കല്ലേ കൊണ്ടുവരുന്നവൻ, പകല് കൊണ്ടുവരുന്ന പകല് കൊണ്ട് പിന്നെ കൊണ്ടുവന്ന്. ഇപ്പം ഇന്നലെ പിന്നെ ന്യൂസ് 8 ഒരു സ്റ്റോറി മറ്റേ പിന്നെ ശരണ്യ പിന്നെ സ്റ്റോറി ഉണ്ടായിരുന്നു. അതിനകത്ത് പറയുന്നുണ്ട് ഒരു കണ്ണൻ എന്ന് പറയുന്ന കക്ഷി ഇവൻ്റെ കൂട്ടാളിയായിട്ട് നടന്ന കക്ഷിയാണ്, റിയൽ എസ്റ്റേറ്റ്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് അയാൾ ഞാൻ പെരയ്ക്കകത്തൊരിക്കലും കയറ്റിയിട്ടില്ല. അയാൾ ഗേറ്റ് പിന്നെ വണ്ടി അകത്തേക്ക് വരും, അപ്പത്തിന് ഗേറ്റ് കൂട്ടിക്കളയും. അവിടെ വന്നാലും പെരയ്ക്കകത്ത് ആരെയും കയറ്റാറില്ലെന്ന് പറഞ്ഞു. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് കണ്ണനെ ഓഗസ്റ്റ് 15 ഡേറ്റ് ചെയ്താൽ പറയുന്നത്. ഓഗസ്റ്റ് 15 ഇയാൾ പിന്നെ ഞങ്ങളെ കൊണ്ട് അവിടെ വരുമ്പോൾ എന്തോ പിന്നെ ഭക്ഷണ സാധനം ഉണ്ടാക്കാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീയുടെ മുഖം കാണിച്ചു, അടുത്തേക്ക് കൊടുത്തു. അപ്പോൾ ഞങ്ങൾ ഭാര്യയാണെന്നാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ അത് ഏത് പീരീഡാണെന്ന് അയാൾക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞു. ഏത് പീരീഡ് അങ്ങനെ ഒരിക്കലും. പിന്നെ അവരെ സംശയമായി. ഇവർ രണ്ടുപേരും ഇച്ചിരി പിന്നെ ശരീരമൊക്കെയുള്ള കക്ഷികളായിരുന്നു. അപ്പോൾ ഇവർ പോലീസാണെന്നൊരു സംശയത്തിൻ്റെ പേര് അയാളെന്തെങ്കിലും അങ്ങനെ പറയുന്നത്. ഇയാളെ എപ്പോഴും ഞങ്ങളെ സംശയമായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഉണ്ട് പിന്നെ ഏതെങ്കിലും ഭീഷണിപ്പെടുത്തി എനിക്ക് പിന്നെ ഉന്നതങ്ങളിൽ പിടിയുണ്ട്, DSP ആരൊക്കെ ആയിട്ട് നല്ല കണക്ഷനാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് അപകടമാണെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോൾ അവർ ഈ അടിക്കുന്ന കിട്ടുന്ന അവരിന്നലെ പറയുന്നുണ്ട് ചാനൽ. എന്താ സെബാസ്റ്റ്യനോട് കൂടാൻ കാര്യം എന്ന് പറയുമ്പോൾ സെബാസ്റ്റ്യൻ കുറേ നന്നായിട്ടൊക്കെ ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ ബിസിനസ് ഡള്ളായിരുന്നു. അപ്പോൾ സെബാസ്റ്റ്യനായിട്ട് ചേർന്ന് ഏതൊരു ഷീജ, വള്ളിപ്പുറത്തുള്ള ഷീജ എന്ന് പറഞ്ഞു. ഞാൻ ആലോചിച്ചിട്ട് ആരാണെന്ന് മനസ്സിലാകുന്നില്ല. ഷീജ പറഞ്ഞിട്ട് ആ സെബാസ്റ്റ്യനിക്ക് വന്ന് പറയുന്നത്. ഏതാ ഷീജ എന്നറിയില്ല. അത് കാലഘട്ടം അവർക്ക് ഓർമ്മയില്ല. കാര്യം ഇപ്പോൾ ആ ഒരു പീരീഡ് ആയിരിക്കണം. ബിന്ദുവിനെ കാണാൻ ഒരു പീരീഡ്. അതിനൊക്കെ പിന്നെ ഒത്തിരി പേരോട് വരുന്നുണ്ടായി. ഇത് റോഡ് ശേഷം അയാളുടെ വാഹനത്തിലും കേട്ട് ഒത്തിരി പേര് വരും. ഇവിടെ കുറേയൊക്കെ വരും. പിന്നീടൊക്കെ ആൾ ബ്ലേഡിന് പൈസ കൊടുക്കാൻ തുടങ്ങി. പൈസ കൊടുക്കാൻ തുടങ്ങിയ കാലത്ത് ഈ വാതിക്ക് കൂടി പോകും. ഒത്തിരി പേര് വരും. ഇപ്പം ഞാനോട്ടിരിക്കുമ്പോൾ പിന്നെ സെബാസ്റ്റ്യൻ അമ്മാവൻ്റെ വീടാന്ന് ചോദിക്കും. ബൈക്കിലാണ് വരുന്നത്. ഇങ്ങനെ മറ്റൊരു ബൈക്ക് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഞാൻ ആ കാണുന്നതാണ്. അപ്പോൾ എങ്ങനെ പോകുന്നു ഞാൻ വലിയ പുളിച്ചോട്ടി വെച്ചിട്ട് അങ്ങനെ നടന്നു പോകാം, ഇല്ലെങ്കിൽ അപ്പുറം വീട്ടിലേക്ക് എല്ലാം പറയും. അപ്പോൾ നമുക്കറിയില്ല എന്താ കാര്യം. അപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഇങ്ങനെ ചോദിച്ചാൽ അരിച്ചേട്ടാ പിന്നെ അമ്മാവൻ്റെ വീടാണെന്ന് ചോദിച്ചു. ഞാൻ പറയും എന്താണല്ലേ, എന്താ അമ്മാവൻ പൈസയ്ക്ക് പിന്നെ പലിശയ്ക്ക് പൈസ കൊടുക്കണം വെച്ചാൽ പൈസ വാങ്ങിക്കാമെന്ന്. അപ്പോഴേ അറിയാം ആൾക്കാർ ഇത്രയ്ക്ക് വേണ്ടി പലിശയ്ക്ക് പൈസ അടിക്കാൻ പറ്റും. അപ്പോഴറിയാം അതുകൊണ്ടാണ് നമുക്കറിയാൻ മേല. ഒത്തിരി പേര് വരാറുണ്ട്. നമുക്ക് ഒരു പരിചയമില്ല. അപ്പം വഴി പറഞ്ഞു കൊടുത്തിട്ട് ഇതാണ് അപ്പറേ വരാം. പിന്നെ അവൻ ഇങ്ങനെ വെളുപ്പ് വഴിയതായിരിക്കും, അല്ലെങ്കിൽ അപ്പറേ ഉള്ളത് കാണാതിരിക്കാൻ വേണ്ടി ആയിരിക്കും ഇങ്ങനെ പറയാം. അപ്പം നമുക്കറിയില്ല എന്താ വരുന്നത്. അപ്പോൾ ഈ ഇവൻ പറഞ്ഞപ്പോഴാണ് നമ്മളറിയാം. ഷാൽവി എന്ന് പറഞ്ഞ എൻ്റെ പിന്നെ സുഹൃത്താണ്. അപ്പോൾ ഞാൻ എന്താ ഷാൽവി ഇത്തിരി പൈസ വാങ്ങിക്കാന്ന് വെച്ചിട്ടാണ്. നമ്മൾ അമ്മാൻ്റെ പൈസ കേട്ടോ, അമ്മാവൻ പലിശയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും നമുക്കറിയില്ല. ഇത്രയും ബിസിനസ് നടന്ന കാര്യം നമുക്കൊന്നും അറിയില്ല. അതാ ഒരു പീരീഡ്. പിന്നെ ഈ വസ്തു ഇടപാട് നടന്ന ശേഷം അത് 2011 ശേഷം റോസം പറയുന്നത് പരസ്പരം ഇതാണ്. അപ്പോൾ ഞാൻ കൗണ്ടർ ചെയ്ത് റോസം പറയുന്നത് പിന്നെ തെറ്റാണെന്ന് പറഞ്ഞു. റോസമ്മ വിശ്വാസമല്ല. റോസമ്മയുടെ മൊഴികൾ പിന്നെ ഇപ്പോൾ പറയുന്നത് ഗോപീഷൻ അതല്ല. റോസമ്മ പറയാൻ വിശ്വാസക്കുറവ്. പക്ഷേ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള വിശ്വാസക്കുറവായിട്ട് ഞാൻ എൻ്റെ കാര്യം അപ്പോൾ പിന്നെ ചർച്ച പങ്കെടുത്ത് പറഞ്ഞതാണ്. പോലീസ് ഇത് പിന്നെ കളഞ്ഞ പോലീസ് ആദ്യം അന്വേഷിച്ച പോലീസ്, ചേർത്തല പോലീസ് അയാൾക്ക് എല്ലാവിധ
പിന്നെ ആനുവലിൽ നിന്ന് പോയിട്ടുണ്ട്. ഉറപ്പായിട്ടും ഇപ്പോൾ എൻ്റെ വിശ്വാസം പൈസ ഉണ്ട്, അന്ന് ഇഷ്ടംപോലെ പൈസ ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇത് അതല്ല പറഞ്ഞത്. ഇപ്പം ഞാനിത് കൊടുക്കുമ്പോൾ അന്നത്തെ പിന്നെ DSP ആയിരുന്ന ലാലെന്ന് ഒരു പിന്നെ കക്ഷിയാണ്, അയാൾ പെൻഷനാന്ന് എനിക്ക് തോന്നുന്നത്. പുള്ളി അപ്പം തന്നെ ഇതൊക്കെ നോക്കിയിട്ട് പക്ഷേ ഞാനിത് കൊണ്ടേ കൊടുക്കുന്ന പിന്നെ ഈ DSP ഓഫീസിലൊരു CR അംഗമുള്ള കക്ഷിയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ പുള്ളി വായിച്ചിട്ട് പറഞ്ഞാൽ പക്ഷേ ഇന്ന് വരെ ഞങ്ങളുടെ തെളിവാണ്, ഞങ്ങൾക്ക് അത്യാവശ്യമാണെന്ന് പറഞ്ഞു. അങ്ങനെ അത് കൊടുത്തപ്പോൾ പിന്നെ എൻ്റെ ഒരു ഫോട്ടോ കോപ്പി എടുത്തിട്ട് എനിക്ക് തിരിച്ചറിയാൻ വേണ്ടി എൻ്റെ ഒരു 2 പ്രിൻ്റ് എടുത്തു. 2 പേജ് എടുത്ത് കഴിഞ്ഞപ്പോൾ കറണ്ട് പോയി. കറണ്ട് പോയതന്നെ ഞങ്ങൾ അല്പം വെയിറ്റ് ചെയ്തിട്ട് കറണ്ട് വരുന്നില്ല. അപ്പോൾ എൻ്റെ ദിവസം എൻ്റെ ഫോട്ടോ കോപ്പി എടുത്തിട്ട് നാളെ തന്നേക്കാം, ദിവസം നാളെ ഒന്ന് വാങ്ങിച്ചല്ലോ. അപ്പോൾ എൻ്റെ ഒരു പിന്നെ അവിടെ അത് എനിക്ക് എൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് വേണമായിരുന്നു തോന്നി. ഇല്ല സാധനം അപ്പോൾ കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞു പിന്നെ അത് ദിവസം നാളെ ഞാൻ സാർ എനിക്കത് വേണ്ടാന്ന് പറഞ്ഞു, എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനായിട്ട് പിന്നെ സംസാരിക്കാൻ DSP വരുന്നു. എന്നായിട്ട് ഇവർ പിന്നെ DSP ഓഫീസിൽ റൂമിലേക്ക് ഇല്ലെന്ന്. അപ്പോൾ എന്നോട് രസം പുള്ളി രസം ഞങ്ങളിതെല്ലാം അന്വേഷിച്ചു. അത് എൻ്റെ പക്ഷേ പാർട്ടി നിലയ്ക്ക് ഡോക്ടറെ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ കൊടുത്ത ഡോക്യുമെൻ്റ് അപ്പോൾ തന്നെ ഈ DSP കൊടുത്തു. പുള്ളി ഒന്ന് വായിച്ചു. പുള്ളി അത് തീർത്ത് വായിച്ചില്ല. എന്നാലും പുള്ളി ഉടനെ ഒന്ന് ഓടിച്ച് വായിച്ചിട്ട് അപ്പോഴേ എൻ്റെ ഇരിക്കുമ്പോൾ ഡ്രൈവർ വിളിച്ചിട്ട് വണ്ടി വാരാടേക്ക് എടുത്തോളാൻ പറഞ്ഞു. എന്നുവെച്ചാൽ വാരാട് ബാങ്കിലാണല്ലോ ഇത്. അപ്പോൾ എൻ്റെ പൊക്കോളാനും പറഞ്ഞു. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ അന്വേഷണം എൻ്റെ ക്രൈംബ്രാഞ്ച് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഇടുക്കി ഇതായിട്ടിരുന്നത് അത് അവിടെ അവസാനിപ്പിക്കുക എന്നുള്ളത്. നമ്മുടെ സാധാരണ ഒരു പോലീസ് ബുദ്ധിയിൽ സ്വഭാവമായിട്ട് ഇത് വായിച്ചു കഴിയുമ്പോൾ ഈ പിന്നെ ഇൻകം ടാക്സിന്റെ പേരിൽ ഇപ്പൊ 13 ലക്ഷം ഇട്ടിട്ടുണ്ടെങ്കിൽ എന്ത് മിസ്സിങ്ങാ. അപ്പൊ ഇത് പിന്നെ നോക്കിയപ്പോൾ ഷാജി, അപ്പൊ ഇത് സ്വാഭാവികമായിട്ട് ഷാജിനൊക്കെ അങ്ങനെ അറസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ സ്വാഭാവികമായിട്ട് സമ്പത്ത് എവിടെ എന്ന് നമുക്ക് അന്വേഷിക്കണ്ടേ. ഈ 13 ലക്ഷം ഇൻകം ടാക്സിന് മിനിയൊക്കെ കസ്റ്റഡി എടുത്തായിരുന്നു. മിനിയൊക്കെ എടുത്തായിരുന്നു. അതെല്ലാം പിന്നെ ഇതെല്ലാം പിന്നെ വ്യാജരേഖ ഉണ്ടാക്കിയാണ് ഡോക്യുമെന്റ് റൈറ്ററൊക്കെ കസ്റ്റഡി എടുത്ത് അവരൊക്കെ പ്രതികളായ കേസിൽ. ഇവർ ശരിയായിട്ടും ഈ കേസിന്റെ എല്ലാ ഗതികളും കണ്ടുപിടിക്കുകയും അതിന് ബാർഗെയിൻ ചെയ്ത് വേണ്ട പണം വാങ്ങിച്ചിട്ടുണ്ട്. പോലീസ് ആദ്യത്തെ പിന്നെ ടീം എന്ന് പറഞ്ഞാൽ ആ കേസ് ഒതുക്കിയെന്നുള്ളത്. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പിന്നെ കക്ഷിയായിട്ട് ചർച്ച പങ്കെടുത്ത് ഇതിൻ്റെ ആക്ഷൻ കൗൺസിൽ ആ ഒരു ചർച്ച പിന്നെ ഡിബേറ്റ് ചാനൽ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് അയാൾക്ക് അത്യുന്നത രാഷ്ട്രീയ സ്വാധീനങ്ങളൊക്കെ ഉണ്ടെന്ന്. അതായത് പിന്നെ കുത്തിയോട് ഇടതുപക്ഷം ഭരിക്കുന്ന ബാങ്കിൽ അയാളുടെ അപ്പോൾ അവിടെ എൻ്റെ അന്വേഷണത്തിൽ അങ്ങനെ ഇട്ടായിട്ട് കാണുന്നില്ല. ഇയാളുടെ പേരിൽ അങ്ങ് ഇട്ടില്ല. 12 ശേഷം അവിടെ അക്കൗണ്ട് ഇല്ലെന്ന് പറയണം. ഇയാളുടെ അതൊക്കെ കുറേ പിന്നെ മീഡിയാസ് പിന്നെ വെറുതെ ഇങ്ങനെ കാണുമായിരിക്കാം, അങ്ങനെ ഉണ്ടായിരിക്കാം. അപ്പോൾ അന്നേരം ഞാൻ പറഞ്ഞു ഇയാളുടെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അകത്ത് പിന്നെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനൊക്കെ ഉണ്ട് സപ്പോർട്ടുള്ള വരുന്നത്. അപ്പോൾ ഞാൻ ഇയാളുടെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് അപ്പോഴേ ഞാൻ പറയുന്നു, അല്ലാതെ നിങ്ങൾ പറഞ്ഞ് ശരിയല്ലെന്ന് പറഞ്ഞു. കാരണം ഇയാളുടെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇപ്പൊക്കെ RS-കാരനായിരുന്നു. 80-ലൊക്കെ RS അയാൾ. പക്ഷേ പണ്ട് എൻ്റെ ഒരു ഓർമ്മയില്ലേ അത് കുത്തിയിട്ടുള്ള 2015 ഈ ചേർത്തല ബാങ്കിൽ അനധികൃതമായി ആരുടെയാണ് അക്കൗണ്ട് എന്ന് അറിയാൻ വയ്യാതെ ആര് സഹകരണ ബാങ്ക് ജീവനക്കാരൻ ഉള്ള കാര്യം പറയല്ലേ. ഇപ്പോൾ പലരും കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. ഈ സഹകരണ ബാങ്കുകളിലേക്ക് കൊണ്ടുവരുന്ന കാര്യം അറിയാമോ, അത് ഈ വലിയ വമ്പന്മാരൊന്നുമല്ല വരുന്നത്. ഇപ്പോൾ നമ്മുടെ സാധാരണ നാട്ടിൻ പുറത്ത് എൻ്റെ അനുഭവത്തിൽ പിന്നെ എൻ്റെ സർവീസ് കാലത്ത് എനിക്ക് ബോധ്യപ്പെട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ പലരും കൊണ്ടുവരുന്ന സാധാരണ നാട്ടിൻ പുറത്തുകാരാണ്. അവർക്ക് ഇൻകം ടാക്സിൻ്റെ പ്രൊസീജിയറൊന്നും അറിയത്തില്ല. അവർ പേരെടുത്ത് സമ്പാദിക്കുന്ന ഒരു എമൗണ്ട് കൊണ്ട് ബാങ്കിലേക്ക് ഇടുക, ബാങ്ക് കൊണ്ടിടുക. അല്ലെങ്കിൽ ചിട്ടി ആഴ്ച വരുന്നത്. ഇപ്പോൾ 5 ലക്ഷത്തിന് 10 ലക്ഷം ചിട്ടി തരുന്നവരുണ്ടോ അവിടെ. അത് മെച്ചറാകുമ്പോൾ അവർ എവിടെ ഇട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ അവർ സമ്പാദിക്കുന്ന പണം കൊണ്ടുവന്ന് സഹകരണ ബാങ്കിൽ കാര്യം ഒരു സേഫ് സോൺ എന്നതിലേക്ക് അവരോട് വരുന്നത്. അല്ലാണ്ട് ഈ പിന്നെ ഒരാളിപ്പോൾ സഹകരണ ബാങ്കിൽ ഇപ്പോൾ ഒരു പിന്നെ 10 ലക്ഷം അല്ല 50 ലക്ഷം ഡെപ്പോസിറ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ ഈ 50 ലക്ഷത്തിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുക്കില്ല അവിടെ സഹകരണ ബാങ്കിൽ. കാര്യം ചിലപ്പോൾ 50 FD ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. അത് കോമൺ ആയിട്ട് എല്ലാ സഹകരണ ബാങ്കുകളും ചെയ്യുന്നതാണ്. ഞാൻ ജീവനക്കാരോട് പറയാണ്. അപ്പോൾ അതിന് നമ്മൾ പിന്നെ പറയുന്നത് അത് ശരിയല്ലെന്നുള്ള. സഹകരണ ബാങ്കിൽ പലരും പൈസ കൊണ്ടിയല്ലോ. സഹകരണ ബാങ്കിൽ ഇപ്പോൾ ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ പീരീഡിലെന്ന് പറഞ്ഞാൽ എന്തുമാത്രം ഡെപ്പോസിറ്റ് കളക്ട് ചെയ്യാവൂ എന്നുള്ളതാണ് നോക്കുന്നത്. ക്യാഷായിട്ടാണ് അവിടെ കൊണ്ടിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ നടക്കുന്ന പ്രൊസീജിയറാണ്. അപ്പോൾ അതിനകത്ത് ഇയാൾ പിന്നെ ഏത് പണമാണെന്ന് ബാങ്ക് അന്വേഷിക്കേണ്ട ബാധ്യതയൊന്നുമില്ല. അതേസമയം നാഷണൽ ഷെഡ്യൂൾഡ് ബാങ്കിലേക്ക് ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും സോഴ്സ് ഓഫ് ഇൻകം കാണിക്കേണ്ടി വരും. ബാങ്ക് അക്കൗണ്ട് വഴി മാറ്റാൻ പറ്റും. 2 ലക്ഷം കൂടുതലുള്ളത് അല്ല, ബാങ്ക് അക്കൗണ്ട് മാറ്റില്ല, സോഴ്സ് ഓഫ് ഇൻകം കാണിക്കേണ്ടി വരും. ഇതാകുമ്പോൾ അതല്ല. ഇതിപ്പോൾ പിന്നെ അവിടെ ഒരുത്തം 10 ലക്ഷം കൊണ്ടുവന്നു 10 FD സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി കൊടുക്കും. അത് സ്വാഭാവികമായിട്ട് സഹകരണ ബാങ്കിൽ ചെയ്യുന്നൊരു പ്രൊസീജിയറാണ്. അപ്പോൾ അയാൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് തിരക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ ഭാര്യ വീട്ടിൽ കുടുംബസ്വത്ത് വിറ്റ് കിട്ടിയതായിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ എന്തിനേ അവിടെ ഒരു വാങ്ങിക്കും. ഇത് വാങ്ങിച്ച് പൂരിപ്പിച്ചെല്ലാം വാങ്ങിക്കും. അതിൻ്റെ അകത്ത് ഇതിന് ചോദിക്കുന്നില്ല, അങ്ങനെ ഒരു ക്ലോസ് ഇല്ല ആ ഫോമിൽ. അപ്പം ബാക്കി ബ്ലാക്ക് മണിയാണ്. ഇപ്പം ഞാൻ വാങ്ങിക്കാണ്ട് ബ്ലാക്ക് മണിയാണ് വരുന്നത്. അത് പിന്നെ വസ്തു കച്ചവടത്തിൻ്റെ സഹകരണ ബാങ്കിൽ വേറെ ആരുടെയും പേരിൽ ഇപ്പോൾ ഷാജിയെ പോലെ വേറെ ആരെങ്കിലും ബിനാമിയെ വെച്ച് ഇട്ടിട്ടുണ്ടെങ്കിലും അത് കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല ആയിരിക്കാം. പിന്നെ അയാൾ ഒത്തിരി ബ്ലേഡുകാർക്ക് കൊടുത്താൽ തിരിച്ചു കിട്ടാതില്ല. ഇപ്പം
ഈ ഒരു കേസ് വന്നുകൊണ്ട് തിരിച്ചു കിട്ടാത്തൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് അവരൊക്കെ ഇപ്പോൾ സേഫ് സോൺ നിൽക്കുക. അവർ എനിക്ക് പല അറിയാവുന്നവരുണ്ട്. അവരൊക്കെ സേഫ് സോണിൽ മാറി നിൽക്കുകയാണ്. കാര്യം ഇപ്പോൾ ഉടനെ സെബാസ്റ്റ്യൻ കൊടുക്കണ്ടല്ലോ. അപ്പോൾ ഈ നമ്മൾ ഇപ്പം കേട്ട സംഭവം എന്ന് പറഞ്ഞാൽ സെബാസ്റ്റ്യൻ്റെ ചെറുപ്പം തൊട്ട് സ്കൂൾ വിദ്യാഭ്യാസ കാലം തൊട്ടേ അറിയാവുന്ന തൊട്ട് അയൽവക്കക്കാരനാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ധാരാളം പെണ്ണുങ്ങളുമായിട്ടുള്ള ബന്ധമാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതിനകത്താണ് ഇദ്ദേഹത്തിന് ഇത്രയും പണം ആവശ്യം വന്നതും ഇതിനെ പെണ്ണുങ്ങളെ തന്നെ കരുവാക്കി അദ്ദേഹം ഇത്രയും സമ്പത്ത് കരസ്ഥമാക്കുകയും ചെയ്തത്. ഈ റോഡ് വഴിയൊക്കെ രാത്രിയും പകലും ഒക്കെ ധാരാളം പെണ്ണുങ്ങളുമായിട്ട് ഇദ്ദേഹം ഇങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോകും, അവരെ തിരിച്ചു കൊണ്ടുപോകുന്നതൊക്കെ ഇന്ന് അയൽക്കാരെ കണ്ടുകൊണ്ടിരുന്നതാണ്. പക്ഷേ അവർ മറ്റുള്ളവർക്കൊന്നും ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ട് അവർ ആ വിഷയത്തിലേക്കൊന്നും കടന്നു ചെന്നില്ല. അദ്ദേഹത്തിന് അങ്ങനെ സ്വൈരവിഹാരം നടത്തിക്കൊണ്ടിരുന്നു. 3 സഹോദരന്മാരും 3 സിസ്റ്റേഴ്സുമാണ്. ഒരു ബ്രദർ മരിച്ചുപോയി, സെബാസ്റ്റ്യൻ്റേത്. വേറൊരാൾ നല്ല ജോലിയൊക്കെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഈ സ്വത്ത് ശരിയായിട്ടും വീതം വെച്ചിട്ടുള്ള സ്വത്തല്ല, ഇത് എല്ലാവർക്കും കൂടി അവകാശപ്പെട്ടതാണ് ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ചിട്ട്. അപ്പോൾ അത് അങ്ങനെയാണ് ആ വസ്തുവിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇദ്ദേഹം ഒരു 2013 വരെ ഇദ്ദേഹം ഒരു സമ്പന്നനെ ആയിരുന്നില്ല. നിത്യവൃത്തിക്ക് വേണ്ടി വണ്ടി ഓടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അതേപോലെ തന്നെ ഒരു കാര്യം അദ്ദേഹം പറയുന്നത് 2010 അതിന് മുമ്പ് ഒരു വണ്ടിയുടെ ഡ്രൈവറായിട്ട് പോവുകയും ആ ഡ്രൈവറായിരിക്കുന്ന സമയത്ത് ആ ഓണറുടെ ഭാര്യയുമായി ഒരു ബന്ധം പുലർത്തിയിരുന്നത് എന്ന് പറഞ്ഞിട്ട് ആ ഡ്രൈവർ ലോറിയുടെ ഓണർ ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ എന്തായാലും അതിനുശേഷം ആ വണ്ടി കൊണ്ടു നടന്നതും പാലക്കൽ നിന്ന് പേരൊക്കെ ഇട്ട് മാറ്റി അദ്ദേഹം തന്നെയാണ് ആ വണ്ടി കൊണ്ടു നടന്ന് ഉപയോഗിച്ചത്. അപ്പോൾ ആ മരണത്തിലൊക്കെ പോലീസിൻ്റെ അന്വേഷണം ഇനിയും ചെലുത്തേണ്ടിയുണ്ട് എന്ന് പറയേണ്ടി വരും. അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ മനോജ് ആയിരുന്നു എന്നും ഇദ്ദേഹത്തെ ഓട്ടോയിൽ കൊണ്ടുപോയും അദ്ദേഹത്തോടൊപ്പം മദ്യപിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മഹത്യ, പിന്നെ ഒരു ദിവസം ക്രൈംബ്രാഞ്ച് വിളിക്കുന്നു, നാളെ നീ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. 1-2 പ്രാവശ്യം പോയി. അത് കഴിഞ്ഞ് 3ാമത്തെ പ്രാവശ്യം നീ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം എന്ന് പറയുന്ന 27-ാം തീയതി വരണമെന്ന് പറയുന്നു. 26-ാം തീയതി ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ആ ആത്മഹത്യക്ക് വേണ്ട സംശയമൊന്നും വേണ്ടായോ? അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെയായിരുന്നു. അത് അടച്ചിരിക്കുകയായിരുന്നു വീട്. അങ്ങനെ ആ വീട്ടിലുണ്ടാകും. മോളെ കൊണ്ട് സ്കൂളിലാക്കിയിട്ട് വന്നിട്ട് സൂയിസൈഡ് ചെയ്ത് രാവിലെ തന്നെ. മോളെ കൊണ്ടുവന്ന് വീട്ടിൽ കുട്ടിയെ സ്കൂളിലാക്കിയിട്ട് വന്നാൽ സൂയിസൈഡ് ചെയ്തത്. പക്ഷെ അതിന് തലേദിവസം ഇദ്ദേഹത്തിന്റെ ഓട്ടോയിൽ കുറെ പണം ആൾക്കാർ കണ്ടു എന്ന് അറിയില്ല. അതൊക്കെ പറയുന്നതാണ്, നമുക്കറിയില്ല അതിനെ കുറിച്ചൊക്കെ. അതിപ്പോൾ അവർ സ്റ്റോറി ചെയ്തപ്പോൾ കണ്ടാണ് ചാക്കിനകത്ത് ഓട്ടോയ്ക്ക് ചാക്കിൽ കെട്ടി പണം കൊണ്ടുപോകുന്നതൊക്കെ കണ്ടത്. ഇദ്ദേഹം തൂങ്ങി മരണമായിരുന്നു. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. അപ്പോൾ അത് അതിനകത്ത് സംശയിക്കേണ്ട കാര്യങ്ങളില്ല ഇല്ല. പക്ഷെ ഒരുപക്ഷെ അയാളുടെ ചിലപ്പോൾ ഇയാളുടെ രഹസ്യങ്ങൾ എന്തെങ്കിലും അറിയാമായിരിക്കാം, അല്ലെങ്കിൽ അയാൾക്ക് ചോദ്യം ചെയ്യാൻ പിടിച്ചിരിക്കാൻ കഴിയുന്നില്ല. കാര്യം ഇയാളുടെ അടുത്തുണ്ടായാലും അപ്പോൾ അയാൾ അത്ര ഒരു ധൈര്യശാലി ആയിരുന്നു എനിക്ക് തോന്നുന്നില്ല. എല്ലാ വിവരങ്ങളും അറിയാവുന്ന ഒരാൾ എന്ന നിലയിലായിരുന്നു പോലീസ് മനോജിനെ കണ്ടിരുന്നത്. പക്ഷേ ആ മനോജിൽ നിന്ന് കിട്ടേണ്ട വിവരങ്ങൾ കിട്ടുന്നതിന് മുമ്പ് മനോജ് ആത്മഹത്യ ചെയ്തു എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിപ്പിക്കത്തക്ക രീതിയിൽ കൊല്ലാൻ മാത്രം പ്രാപ്തനാണ് എന്ന് സെബാസ്റ്റ്യൻ എന്ന് നമുക്കെല്ലാം അറിയാമല്ലോ. ഏതായാലും വളരെ കൂളായി ഇതുവരെ നടന്നു പോവുക, അമ്മാവൻ എന്ന് നാട്ടുകാരെല്ലാം വിളിക്കുക. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുകൾ പുറത്തു വരുമ്പോൾ ഈ അയൽവക്കക്കാരെല്ലാം ഞെട്ടുകയാണ്. ഇങ്ങനെ ചെറിയ മോഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ആളായാലും ഇങ്ങനെ കോടികൾ തട്ടാൻ വേണ്ടിയിട്ട് ഓരോ സ്ത്രീകളെയായി വിളിച്ചു വരുത്തി അവരെ സ്നേഹം കൊടുത്ത് കൂട്ടുകൊണ്ട് നടന്ന് അവരുടെ വസ്തുക്കൾ വിറ്റ് കൊടുക്കാം, വലിയ വില വാങ്ങിച്ചു തരാം, ടൗണിലേക്ക് നല്ല വീട് വാങ്ങിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് അവരെ കൊണ്ട് സ്വർണവും ഒക്കെ വിറ്റ് ആ പൈസ കിട്ടുന്ന ദിവസം അവർ മരണപ്പെടുക. അങ്ങനെ അത് കഴിഞ്ഞ് ആ വസ്തു അദ്ദേഹം കള്ള ആധാരങ്ങൾ തയ്യാറാക്കി ആ വസ്തു സ്വന്തമാക്കുക, കസിൻ ബ്രദറിൻ്റെ പേരിലേക്ക് എഴുതി വെക്കുക, അത് ഒരു ജോയിൻ്റ് അക്കൗണ്ട് ആക്കുക. അങ്ങനെ എല്ലാ വിധത്തിലുള്ള കുതന്ത്രങ്ങളും അറിയാവുന്ന ഒരാളെന്ന നിലയിൽ മനോജിൻ്റെ മരണം പോലും അന്വേഷിക്കേണ്ടതാണ് എന്ന് കരുതേണ്ടി വരും. എന്തായാലും ഇതൊക്കെയാണ് ഇവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്. എന്തായാലും വളരെ സത്യസന്ധമായി കിട്ടാവുന്ന വിവരങ്ങളൊക്കെ പോലീസിന് നൽകി ഈ കേസിൽ വളരെ സജീവമായി നിൽക്കുന്ന ആളാണ് ചേട്ടാ. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതിനകത്ത് ആ ഒരു പ്രവർത്തനമുണ്ടല്ലോ, അത് ചേട്ടൻ്റെ ഒരു നന്മ ഞങ്ങൾ ഉടനീളം ചേട്ടൻ പറയുമ്പോഴും ഞങ്ങൾ ജനങ്ങളോട് ചോദിക്കുമ്പോഴും ഒക്കെ ഞങ്ങൾ കണ്ടതാണ്. കാരണം ഈ ഒരു കാര്യത്തിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ ഇരിക്കുകയും അപ്പോൾ ഈ ശരിയായ രീതിയിൽ പോലീസിന് സഹായമായി നിൽക്കുകയും പോലീസിനെടുക്ക് വേണ്ട ഇത് കൊടുക്കുകയും നല്ല തെളിവുകൾ
എത്തിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതേപോലെ ഇത് നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ നേരത്തെ ഇടപെടുകയും ഈ 1-2 പേരുടെ മരണമെങ്കിലും ഒഴിവാക്കാൻ പറ്റുമോ? നമ്മൾ തെളിവ് കൊടുക്കുന്ന നേരത്തെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിൻ്റെ ഫസ്റ്റ് ബിന്ദു കേസ് ഉയർന്നു വരുന്ന 2018 18 വരുന്ന സമയത്ത് അന്ന് ഞാൻ ഈ തെളിവ് കൊണ്ടേ കൊടുത്ത. അപ്പോൾ സ്വാഭാവികമായിട്ട് ഫോട്ടോ കോപ്പി ഇവർ തമ്മിലുണ്ടാക്കിയ എഗ്രിമെന്റിന്റെ പകർപ്പ് എല്ലാം ചേട്ടൻ കൊണ്ടത് കൊടുത്ത അതിന്റെ ഒറിജിനൽ ഷാജിയുടെ ആയിരുന്നു. ഈ ആ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇപ്പോഴും ഉണ്ടോ? അവരൊക്കെ പെൻഷൻ ആയിട്ടുണ്ട്. അവരൊക്കെ അതിനകത്ത് അയാളെ സഹായിച്ചിട്ടുണ്ടെന്നുള്ളത് സബാഷിനെ. അയാൾ എല്ലാ തെളിവുകളും നശിപ്പിക്കാനുള്ള സാവകാശം കൊടുത്തുള്ളതാണ് എൻ്റെ ഇന്നും അന്നൊക്കെ ഉള്ള അഭിപ്രായം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.